ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പൊട്ടുപൊടി കൊണ്ടല്ലാതെ സാധാ നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള, അതും തരിതരാന്ന് ഇരിക്കുന്ന സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. അപ്പം പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് സാധാ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ മുട്ടക്കറിയും. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കൂടുതലും നോൺ വെജ് കറിയായിരിക്കും നല്ലത്. അപ്പം അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടും തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് മാവാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മാവാണ് എടുക്കുന്നെങ്കിൽ 1/2 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം. ഒരു വറുത്ത സ്മെല്ല് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറുത്തെടുക്കുമ്പോഴാണ് പുട്ടിന് നല്ല ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നത് കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു പുട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പുതുതായിട്ട് കാണുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വെക്കാം. മാവ് എല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടില്ല. നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് ഒന്ന് പുട്ടിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ കുടഞ്ഞു കൊടുക്കുന്ന ഞാൻ പച്ചവെള്ളമായിട്ട് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ അതെടുക്കാം. ഇതേപോലെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കൊട്ടി ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാവ് പുട്ടിൻ്റെ പരുവത്തിൽ നിന്ന് മാറിപ്പോവും. അതുകൊണ്ട് ഇതേപോലെ തളിച്ച് കൊടുത്തിട്ട് ഒന്ന് അധികം ബലം കൊടുക്കാതെ ഒന്ന് നൈസായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം മാവ് കട്ട പിടിക്കാത്തതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം തരിതരാന്ന് ഉണ്ട്, പക്ഷേ പൊടിയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് പുട്ട് പുഴുങ്ങാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഈ രീതിയിൽ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ വറുത്തെടുത്ത് പുട്ട് ചുടുമ്പോഴാട്ടോ. അതിന് പ്രത്യേക രുചി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പുട്ടാട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്